അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിൽ സംതിങ് ഫിഷി എന്ന് തോന്നുന്നില്ലേ? എന്തൊക്കെയോ മണക്കുന്നു. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് അസാധ്യമാണ്. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. മാത്രമല്ല, കൃത്യമായിട്ടുള്ള ചില സൂചനകൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഭരണതലത്തിൽ നിന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ലഭിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സംശയിക്കുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഉല്ലാസ് ബാബു? അല്ല, ബഹുമാനായ ശ്രീ അനിൽ നമ്പ്യാർ, നമുക്കിതിനകത്തൊരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്, 1998 നിന്ന് ആരംഭിച്ച് 2026 വന്നു നിൽക്കുന്ന ഈ സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് വിജയ് മല്യയുടെ നേതൃത്വത്തിൽ സ്വർണം പൂശാൻ തീരുമാനിക്കുകയും പിന്നീടത് ദ്വാരപാലക ശില്പം കൊണ്ട് സ്വർണം പൂശുകയും പിന്നീട് കട്ടപ്പാളികൾ സ്വർണം പൂശുകയും പിന്നീട് കൊടിമരം സ്വർണം പൂശുകയും അതിനിടയിൽ നടക്കുന്ന ദൈവപ്രശ്നങ്ങളിലെ കാര്യങ്ങളെ ഇതിൻ്റെ പിന്നിൽ ഇതിന് കക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനകൾ, അത് ഗോവിന്ദൻ നായർ ആയിക്കോട്ടെ, പ്രയാർ ഗോപാലകൃഷ്ണപിള്ള ആയിക്കോട്ടെ, വാസു ആയിക്കോട്ടെ, പത്മകുമാർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രശാന്തിൻ്റെ അടക്കമുള്ള ദേവസ്വം ഭരണസമിതികൾ, അതിലെ മെമ്പർമാർ, ഇവരൊക്കെ ഈ സമയത്ത് വാസു കമ്മീഷണറായിരുന്ന കാലഘട്ടം ഇതിനൊക്കെ കൊടിമരത്തിൻ്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾക്കറിയുള്ളൂ. ദേവപ്രശ്നത്തിൽ കൊടിമരം ചതിന് പിടിക്കും, അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മാറ്റമെന്ന് തീരുമാനിക്കുന്നു. ആ തീരുമാനിക്കുന്നതിൻ്റെ പറ മാറ്റാൻ നോക്കുന്ന സമയത്ത് അത് ചതില് പിടിച്ചതല്ല എന്നുള്ള ബോധ്യം വരുന്നു. പിന്നീട് അത് മാറ്റം വരുന്നു. പിന്നെ കട്ടളപ്പാളികൾ മാറ്റാൻ തീരുമാനിക്കുന്നു. കൊണ്ടുപോകുന്നത് സ്വർണം അത് ചെമ്പാണെന്ന് കൃത്യമായി എഴുതുന്നു. ആ കൃത്യമായി എഴുതുന്നത് കക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ആ കക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ ടൂളായി പ്രവർത്തിച്ചവനാണ് പോറ്റി എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി. ആ പോറ്റി എന്ന് പറയപ്പെടുന്ന വൃത്തിഹീനനായിട്ടുള്ള വ്യക്തി മുന്നിൽ നിന്നുകൊണ്ട് പുറകിൽ നിന്ന് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ആ ചങ്ങല പിടിച്ചു പോകുന്ന സമയത്ത് അത് കൃത്യവും വ്യക്തവുമാണ്. അതിൻ്റെ മൂല്യമെന്ന് പറയപ്പെടുന്ന സ്വർണത്തിൻ്റെ ഗ്രാമു തൂക്കിയുള്ള പണമല്ല, മറിച്ച് ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ശബരിമല സന്നിധാനത്തെ ഈ കാര്യങ്ങൾ, അതിൻ്റെ ചൈതന്യം ഇത്യാദി കാര്യങ്ങളൊക്കെ അത് അളക്കാനാവാത്ത മൂല്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തെ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇതിനകത്തെ കള്ളത്തരങ്ങളെ കൃത്യമായി പുറത്തു കൊണ്ടുവരണമെന്നും ഭഗവാന്റെ ഈ കാര്യങ്ങൾ, അത് പാളിയായിക്കോട്ടെ, ദണ്ഡായിക്കോട്ടെ, രുദ്രാക്ഷമാലയായിക്കോട്ടെ, ആലിലയായിക്കോട്ടെ, വാജീവാഹനങ്ങളിലെ അഴിച്ച വാജീവാഹനം തന്നെയാണോ അവിടെ കൊടുത്തത്, രണ്ടാമത് വന്നതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്കിൽ പടിയുമായി ബന്ധപ്പെട്ട് രണ്ടാമത് ചെയ്ത കാര്യങ്ങൾ, കൊടിമരയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ പറകൾ, അത് രണ്ടാമത് അഴിച്ച വിഷയങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അന്വേഷിക്കണമെന്നുള്ള അജണ്ട സർക്കാരിനുണ്ടായിരുന്നില്ല എന്നുകൂടി വേണം നമ്മൾ ഉണ്ടാക്കാൻ. SIT വന്നത് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളുടെ ഭാഗമായിട്ടാണ്. നോക്കൂ, 10 വർഷക്കാലം, ഇപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 1.5 മാസം കൂടി കഴിഞ്ഞാൽ 10 വർഷക്കാലമായി. 10 വർഷക്കാലം കേരളത്തിനകത്ത് ഒരു സർക്കാരുണ്ടായിരുന്നു. ആ സർക്കാരിനകത്ത് 3 ദേവസ്വം മന്ത്രിമാരുണ്ടായിരുന്നു. ആ 3 ദേവസ്വം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡുകളുണ്ടായിരുന്നു, ദേവസ്വം ബോർഡ് മെമ്പർമാരുണ്ടായിരുന്നു. ഈ 3 ദേവസ്വം മന്ത്രിമാരും കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടും 10 വർഷക്കാലം അവർ ഇപ്പം പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് പോറ്റിയെ കയറ്റിയത്. ശരി, എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ആ കുരുത്തം കെട്ടവൻ കയറിയത് എങ്കിൽ ആ കുരുത്തം കെട്ടവൻ്റെ കുരുത്തം കെട്ട പ്രവൃത്തിയെ ഈ കുരുത്തമുള്ള ആളുകൾ കണ്ടെത്തണമായിരുന്നില്ലേ? അപ്പോൾ ഇവർക്കും ആ ഇല്ല എന്ന് തന്നെയല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പോൾ എല്ലാവരും കുരുത്തക്കേട് കാണിക്കാനുള്ള മേഖലയായി ശബരിമലയെ എത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ ടേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്നത് അതിനകത്ത് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലും കീഴിലുമുള്ള ഉദ്യോഗസ്ഥർ അതാര് നിർദ്ദേശം കൊടുത്തിട്ടാണ് എങ്കിലും ആ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അന്വേഷണം കൃത്യമാകില്ല. കാരണം അവർക്ക് സംരക്ഷിക്കാൻ കൃത്യമായി സർക്കാരിനകത്ത് കൃത്യമായിട്ടുള്ള സംവിധാനമുള്ള, സർക്കാരിനകത്ത് കൃത്യമായ സ്വാധീനമുള്ള, സർക്കാരിനെ കൃത്യമായി എങ്ങനെ പോകണമെന്ന് നയിക്കാൻ സ്വാധീനമുള്ള ആളുകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്ന സംശയം നമ്മൾ ഉന്നയിക്കുന്നു. 2, ഈ വിഷയങ്ങളൊക്കെ കറങ്ങി നടന്നതും ഇത് കൊണ്ടുപോയതും ഇത് രാജ്യത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയോ എന്നുള്ള നിരവധി സംശയങ്ങൾ നമ്മൾക്ക് മുമ്പിൽ നിൽക്കുന്നു. അത് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലോ സംശയം ഉണ്ടായിരുന്നതാണ്. ആ സംശയങ്ങളെ ദൂരീകരിക്കുന്ന രീതിയിൽ ഒരു SIT കൃത്യമായ അന്വേഷണം കൃത്യമായ സമയത്ത് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം SITക്ക് ഉണ്ടായിരുന്നു. SIT അതിൽ മെല്ലപ്പോക്ക് നിലപാടെടുത്തു എന്നുള്ളത് തന്നെയാണ് BJP അഭിപ്രായപ്പെടുന്നത്. ആ മെല്ലപ്പോക്ക് നിലപാടെടുക്കാൻ SITയുടെ പുറകെ നിന്ന് കൊടുത്തത് കേരള സർക്കാരിൻ്റെ ആഭ്യന്തര വിഭാഗത്തിനാണ്. അതുകൊണ്ട് തന്നെ BJP ആവശ്യപ്പെടുന്നത് കേന്ദ്ര സംവിധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണ
ഏജൻസിയെ 30ഓളം വർഷക്കാലത്തിന്റെ പുറകിലുള്ള ചരിത്രം പരിശോധിക്കാനും അവിടുത്തെ ഇൻവെന്ററി നോക്കാനും വരവും ചെലവും കൃത്യമായി കൈകാര്യം ചെയ്ത് അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഈ ശക്തികളെ കള്ളത്തരം കാണിക്കാൻ ഇന്റൻഷൻലി കക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അത് പുറത്തു കൊണ്ടുപോയി അതിന്റെ മൂല്യത്തെ വിറ്റുകൊണ്ട് അത് കൃത്യമായി ഞങ്ങളുടെ പോക്കറ്റിലേക്ക് എത്തണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച പോറ്റിയായാലും പോറ്റിയവനായാലും പോറ്റിയ ആളുകൾക്ക് പുറകിൽ നിന്ന് പ്രവർത്തിച്ചവരായാലും അത് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും ഇരുപേരും IND മുന്നണിയായി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾക്ക് അത് കൃത്യമായ പങ്കാളിത്തമുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാകണം. കാരണം ഇരു പാർട്ടികളുടെയും പ്രതിനിധികളാണ്, പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റുകളാണ് ഈ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഇത്ര സംരക്ഷിതമായിട്ടുള്ള ശബരിമലയിൽ ഈ കള്ളത്തരം കടക്കുമ്പോൾ അവർ കണ്ടില്ല എന്ന് പറയപ്പെടുന്നത് പരിപൂർണമായി തെറ്റാണ്. അപ്പൊ അവർ കണ്ണടച്ചു കൊടുത്തു, അവർ അന്ധന്മാരായി അഭിനയിച്ചു. ആ അന്ധന്മാരായി അഭിനയിച്ചവിടത്ത് അവരുടെ പേനകളിൽ നുണകൾ എഴുതി പിടിപ്പിച്ചു. ആ നുണകൾ എഴുതി പിടിപ്പിച്ചതിന്റെ താഴെ അവർ സൈൻ ചെയ്തു. സൈൻ ചെയ്യുന്ന സമയത്ത് അവർക്കറിയാമായിരുന്നു സ്വർണമായ സാധനത്തെ ചെമ്പായി എഴുതി കൊടുത്ത് ചെമ്പായ സാധനത്തെ പുറത്തു കൊണ്ടുപോയി വീണ്ടും സ്വർണമാക്കി കൊണ്ടുവരുമ്പോൾ ആദ്യത്തെ സ്വർണം കൊണ്ടുപോയി വിൽക്കേണ്ട സ്ഥലവും അവർക്കറിയാമായിരുന്നു. വിൽക്കേണ്ട സ്ഥലത്തിൽ നിന്ന് എങ്ങോട്ടൊക്കെ മാറ്റണമെന്നും അവർക്ക് അറിയാമായിരുന്നു. ആ അറിയേണ്ട കാര്യം കൃത്യമായി SIT ചോദിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കടകംപള്ളി സുരേന്ദ്രൻ, അതേപോലെ തന്നെ നിരവധി ആളുകൾ, ആ ആളുകളിലേക്ക് SIT പോകാത്തതിനെ കുറിച്ച് ആ SIT ഫുൾ സ്റ്റോപ്പ് ഇടിച്ചിട്ടുള്ള ഈ കേരളത്തിന്റെ അധികാര സംവിധാനം ആരൊക്കെ അതിന്റെ പുറകിൽ പ്രവർത്തിച്ചു, നിശബ്ദമായി ഈ വിഷയം മുന്നോട്ട് പോകരുത് എന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്തേക്ക് വരരുത് എന്നും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരാണ് തീരുമാനിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇടതുപക്ഷത്തിന്റെ ക്യാബിനറ്റ് ഇരിക്കുന്ന ഈ കേരളത്തിനകത്ത്, അവരുടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന കേരളത്തിനകത്ത് കൃത്യമായി ഈ വിജിലൻസ് മറച്ചുവെച്ച കാര്യങ്ങൾ SIT ഓടിയെത്താൻ കിതയ്ക്കുന്ന SITയുടെ ആ കിതപ്പിന്റെ പുറകിലുള്ള രാഷ്ട്രീയ കരങ്ങൾ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനത്തിന്റെ അധികാരത്തിലിരിക്കുന്ന വ്യക്തികളും മുൻ അധികാരത്തിലിരുന്ന വ്യക്തികളും തന്നെയാണ്. ആ വ്യക്തികളെ കൃത്യമായി കണ്ടെത്തണം. ഇനി കോൺഗ്രസിനകത്ത് അതിന് കൃത്യമായി പങ്കാളിത്തമുണ്ടെന്ന ഇടതുപക്ഷത്തിന്റെ ആരോപണത്തെയും പൊതുസമൂഹത്തിനകത്ത് നമ്മൾ കാണുന്ന ആരോപണത്തെയും ശരിവെക്കുകയാണ് എങ്കിൽ SIT അതിനകത്ത് കൃത്യമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി അവരെ കൃത്യമായ സമയത്ത് ചോദ്യം ചെയ്തിരുന്നു. എന്തിനാണ് ഈ പ്രതികൾക്ക് സ്വമേധയാ ജാമ്യം കിട്ടുന്ന അവസ്ഥയിലേക്ക് ക്രിയേറ്റ് ചെയ്തു കൊടുത്ത് അവരെങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് SITയുടെ ഉദ്യോഗസ്ഥന്മാർ അവർ മനസ്സിലാക്കേണ്ടത് അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ ചോദ്യചിഹ്നത്തിൽ നിർത്തുകയാണ്. അവർ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ കൊള്ള ചെയ്തിട്ടുള്ള ഈ വ്യക്തികളെ ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് മറിച്ച് അവർ പോകാതിരിക്കേണ്ട പ്രവൃത്തി ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിപ്പോയത് എന്നുള്ളത് പൊതുസമൂഹത്തിന് മുമ്പിലും വിശ്വാസികൾക്ക് മുമ്പിലും SIT പറയേണ്ടി വരും. ആ SITയുടെ കാര്യത്തിലാണ് നമുക്ക് സംശയമുള്ളത്. ആ സംശയം കൃത്യമായി ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെ ഒപ്പം തന്നെ വലതുപക്ഷത്തിന്റെ ഒരു ഡീൽ അതിനകത്ത് കൃത്യമായി നടന്നിട്ടുണ്ട്. ആ നടന്ന മനസ്സിലാക്കണമെങ്കിൽ CBI അന്വേഷണം ഉണ്ടാകണം. ആ അന്വേഷണത്തിലേക്ക് കേരള സർക്കാർ തയ്യാറാകണം. ആ തയ്യാറായില്ല എങ്കിൽ ഭാവിയിൽ ആ അന്വേഷണത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് BJPയുടെ വിശ്വാസം. BJP അതിനു വേണ്ടിയുള്ള ആവശ്യപ്പെടലുകളും നടക്കുന്നു, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും നടത്തും. CBI അന്വേഷണം വരുമെന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. ആ പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ജനങ്ങളോട് മുന്നിൽ വെക്കാനുള്ള ആവശ്യം.